മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ നിവാസിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. രോഗം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വ്യാപകമായ ക്ലോറിനേഷൻ നടത്തി. രോഗനിരീക്ഷണവും ആരോഗ്യ ബോധവൽക്കരണവും ശക്തമാക്കുകയും ചെയ്തു. മുല്ലശ്ശേരി ഹെൽത്ത് സൂപ്രണ്ടിന്റെ ചേംബറിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ബ്ലോക്ക് പരിധിയിലെ ഓരോ പഞ്ചായത്തിലെയും പകർച്ചവ്യാധികളുടെ നിലവിലെ അവസ്ഥ യോഗം വിലയിരുത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MK അനിൽകുമാർ, ബ്ലോക്ക് ഹെൽത്ത് സൂപ്രണ്ട് ഡോക്ടർ ലുസീന ജോസഫ്, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് P. മഹേഷ്, എപ്പിഡമോളജിസ്റ്റ് നിമ്മി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജിയോ ഫോക്സ്, PRO ലിയോ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഓരോ കേസുകൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. ജില്ലയിലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലും 1-2 കേസുകളുണ്ട്. അത് കൂടുതൽ വ്യാപകമാകാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാ പൊതുജനങ്ങളിലും ഉണ്ടാവണം. അതുപോലെ തന്നെ ഷിഗല്ല നമ്മുടെ മുല്ലശ്ശേരി ബ്ലോക്കിന്റെ ഏരിയയിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു രോഗമാണ്. ജലത്തിൽ കൂടെയാണ്, അത് ഭക്ഷണത്തിൽ കൂടെയാണ് പകരുന്നത്. പിന്നെ ശുദ്ധമായ ജലം ഉപയോഗിക്കാൻ, കുടിക്കാനൊക്കെ ആയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, പച്ചവെള്ളം കുടിക്കാതിരിക്കുക. പ്രത്യേക കുട്ടികളോട് കാര്യത്തിൽ ശ്രദ്ധ പുലർത്താനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഭക്ഷണ സാധനങ്ങൾ മൂടി വെച്ച് ഉപയോഗിക്കുക. ഈച്ച മുതലായ കാര്യങ്ങൾ വന്നിരുന്നിട്ട് അത് മലിനമായാലും അങ്ങനെയും നമുക്ക് ഈ രോഗം വരാം. ജാഗ്രതയോടെ ഈ മഴക്കാല രോഗങ്ങൾക്കെതിരെ പ്രതിരോധ തീർക്കാനായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും മെച്ചമാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്. കൊതുകുകൾ വളരുവാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും രോഗപ്രതിരോധം ശക്തമാക്കുന്നതിനുവേണ്ടി ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും മഴക്കാലമായതിനാൽ ജലസ്രോതസ് മലിനമാകാതെ സംരക്ഷിക്കണമെന്നും കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നമ്മുടെ പരിസര ശുചിത്വത്തിലൂടെയും വ്യക്തി ശുചിത്വത്തിലൂടെയും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലും നമ്മുടെ ജലസ്രോതസ് സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിലും ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ മഴക്കാല രോഗങ്ങളെ തടയാൻ സാധിക്കും. ആശുപത്രികളിൽ സന്ദർശിക്കുമ്പോൾ മുമ്പ് കോവിഡ് കാലത്ത് ചെയ്തിരുന്ന പോലെ തന്നെ മാസ്ക് ധരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വായുജന്യമായ രോഗങ്ങൾ ഒരുപാട് കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പല അസുഖങ്ങളും കലർന്നുള്ള രോഗികൾ വരുമ്പോൾ അതിന് ഒരു തടയെന്നോണം ആശുപത്രിയിൽ വരുമ്പോൾ മാസ്ക് ധരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ സോപ്പിട്ട് കഴുകുന്നതിലൂടെ തന്നെ വായുജന്യ അസുഖങ്ങൾ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ്, കണികകളിലൂടെ പകരുന്ന അസുഖങ്ങൾ, ഇതൊക്കെ തടയാൻ ഒരു പരിധിവരെ സാധിക്കാം.